ഒന്നൊന്നര മാസം വെച്ചിരുന്ന് കൂട്ടാൻ ചാള അച്ചാർ. കുഞ്ഞൻ ചാളയുടെ സീസണാണ്. 100 രൂപയ്ക്ക് കുന്നോളം കിട്ടുന്ന സമയവുമാണ്. 4-5 കിലോ കുഞ്ഞൻ ചാള വാങ്ങി ഇതുപോലെ അച്ചാറിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒന്നൊന്നര മാസം കുശാൽ. പോകാം വീഡിയോയിലേക്ക്. ഞാനിവിടെ 2 കിലോഗ്രാം ചാള വാങ്ങി വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. മസാലയ്ക്കായി 2 പിടി പച്ച കുരുമുളകിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മീനിന് കണക്കാക്കി ഉപ്പും ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ്. ശേഷം ചാളയിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് 5-10 മിനിറ്റ് മസാല പിടിക്കാനായിട്ട് മാറ്റിവെക്കാം. ഒന്നൊന്നര മാസം വെച്ചിരുന്ന് കൂട്ടാനാണെന്നുണ്ടെങ്കിൽ നല്ലെണ്ണയിൽ തന്നെ ഇട്ട് സൂക്ഷിക്കണം. അല്ല, ഇന്നുണ്ടാക്കിയ 2 ദിവസം കൊണ്ട് തന്നെ കാലിയാകുന്ന വീടുകളിൽ വെളിച്ചെണ്ണയിലും തയ്യാറാക്കാം. 300 ഗ്രാം നല്ലെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ച് ചൂടാക്കി കഴിഞ്ഞാൽ മീനുകൾ ഓരോന്നും പറക്കിയിടാം. എണ്ണ നെവക്ക നിൽക്കത്തക്ക രീതിക്ക് വേണം പറക്കിയിടാനായിട്ട്. ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം. ഈർപ്പം ഒട്ടും ഇല്ലാത്ത രീതിയിൽ മൊരിയിച്ചെടുക്കണം കേട്ടാ. എണ്ണയിലേക്ക് മീൻ പറക്കിയിട്ട് കുറച്ച് സമയം ആകുമ്പോഴേക്കും പൊട്ടലും ചീറ്റിലും ഒക്കെ തുടങ്ങും. മീൻ പൊട്ടിത്തെറിക്കാനായിട്ട് തുടങ്ങും. അത് ഗ്യാസിന്റെ പ്രാന്തപ്രദേശത്തും മുഖത്തും തെറിക്കാതിരിക്കാൻ ഒരു മൂടി വെച്ച് മൂടാവുന്നതാണ്. നന്നായിട്ട് മീൻ മൊരിഞ്ഞു വന്നു കഴിഞ്ഞാൽ കോരിയിട്ടെടുക്കാം. ബാക്കിയുള്ള മീൻ നമുക്ക് ഇതേ രീതിക്ക് തന്നെ നന്നായിട്ട് മൊരിയിച്ച് കോരിയിട്ടെടുക്കാവുന്നതാണ്. ചാള അല്ലേ, അച്ചാറിട്ടാ കൊള്ളാമോ എന്നൊക്കെ ചിന്തിക്കുന്നവരോട് ഒരിക്കൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അത്രയ്ക്കും ടേസ്റ്റാണ്. ചാള വറുത്ത ആ സെയിം ഓയിൽ വേറൊരു പാനിലേക്ക് മാറ്റി 1/2 ടേബിൾ സ്പൂൺ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം 4 തുട വെളുത്തുള്ളിയും വലിയൊരു കഷ്ണം ഇഞ്ചിയും കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടെ തന്നെ നമുക്കൊരു 4 പച്ചമുളക് കൊത്തിയരിഞ്ഞതും കൂടി ചേർത്ത് മൂപ്പിക്കാവുന്നതാണ്. മൂവരും മൂത്ത് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 4 തണ്ട് കറിവേപ്പില കൂടി ചേർത്തിളക്കി സ്റ്റൗ ഓഫ് ആക്കാം. ശേഷം പൊടികൾ ചേർക്കാം. 5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും ഗ്രേവിക്ക് കണക്കാക്കി ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടി, അതായത് അച്ചാർ കായവും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. ശേഷം സ്റ്റൗ ഓണാക്കി ചൂടാക്കി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചാളകൾ തട്ടിയിട്ട് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണമേ ചാളയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുമ്പോൾ നമ്മൾ കൊത്തിയരിയാൻ മടിച്ച് പേസ്റ്റ് ചേർക്കാനായിട്ട് നിൽക്കരുത്. അതിൻ്റെ ഒരു കശകശർപ്പുണ്ടാവും. നല്ലപോലെ കൊത്തിയരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മൂത്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊത്തിയരിഞ്ഞ് ചേർക്കാനായിട്ട് പറയുന്നത്. ചാളയും മസാലയും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 4 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് ഇളക്കി സ്റ്റൗ ഓഫ് ആക്കാവുന്നതാണ്. നന്നായി തണുത്ത് കഴിയുമ്പോഴേക്കും നല്ലപോലെ കുഴഞ്ഞ് മസാലയൊക്കെ ചേർന്ന് ഒരുമിച്ചാവും. അപ്പോൾ കുപ്പിയിലടച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഓരോ തവണ ഉപയോഗിക്കാൻ എടുക്കുമ്പോഴേക്കും നനവില്ലാത്ത സ്പൂൺ കൊണ്ടെടുത്ത് ടൈറ്റ് ചെയ്ത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ 1.5 മാസം വരെ ഒരു കേടും കൂടാതെ നമുക്ക് ഈ ഒരു അച്ചാർ സൂക്ഷിക്കാനായിട്ട് പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമന്റ് ഇടാനൊന്നും മറക്കരുത്. ഇതുപോലുള്ള വെറൈറ്റി കണ്ടന്റുകൾക്കായിട്ട് ഞങ്ങളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ.